യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ പരിപാലനത്തിന്, ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാം തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതോണ കർത്താവിൻ്റെ ബലം തന്ന്, കർത്താവിൻ്റെ ശക്തി തന്ന് നമ്മുടെ മേൽ കർത്താവ് ജയത്തോടെ നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എണ്ണിയാലൊടുങ്ങാത്ത രീതിയിൽ വിധങ്ങൾ നന്മകളെ നിറച്ച് നമ്മെ അനുനിമിഷം പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ നന്മകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കാലം ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. നമ്മെ കൈവിടാതെ നമ്മോട് അരുളിച്ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനെ ആശ്രയിച്ച് യാത്ര ചെയ്യാം. നാം തളർന്നു പോകാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ഭയപ്പെടേണ്ട, സഹായിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവ പൈതലെ, ഈ പൽക്കാലത്തിന്റെ ആരംഭത്തിൽ നമ്മെ ആര് സഹായിക്കും, ഈ വിഷയത്തിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരും എന്നുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ഭയപ്പെടേണ്ട. നമ്മെ സഹായിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ചിലപ്പോൾ ആരെയും കാണുന്നില്ലായിരിക്കാം സഹായത്തിനായിട്ട്, പക്ഷേ സഹായനായി ഇറങ്ങി വരുന്ന എബിനേസറിന്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. എന്നിട്ട് ഏത് വൈഷമ്യഘട്ടത്തിലും, ഏത് പ്രയാസഘട്ടത്തിലും, ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തില് നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം അത്ര നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ദൈവം ഇസ്രായേലിനെ സഹായിക്കുന്നതിനെ പറ്റി ഇവിടെ 41 അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം അത്രേ. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിന്ന് നമുക്ക് ജയിക്കുവാൻ ആവശ്യമായ കൃപയും ശക്തിയും ബലവും തരുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരു മനുഷ്യനല്ല നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവമത്രേ നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, നിന്റെ വലം കരത്ത് ഈ പകൽക്കാലം നിന്നെ സഹായിപ്പാൻ കഴിയുന്ന, നിന്നോട് കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ വലങ്കരത്തിൽ പിടിക്കുന്ന പകൽക്കാലം അത്ര. ഹല്ലേലൂയ. നിനക്ക് ശക്തി നൽകേണ്ടതിനായിട്ട്, നിനക്ക് ബലം നൽകേണ്ടതിനായിട്ട്, നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ വലം കൈ നിന്റെ പിടിക്കുന്ന പകൽക്കാലം അത്ര. ഹല്ലേലൂയ. നിന്റെ വലം കൈ പിടിച്ചിട്ട് ഇന്ന് ചിലരുടെ കയ്യിൽ അധൈര്യപ്പെട്ടു നിൽക്കുന്ന ചിലരുടെ കരത്തിൽ പിടിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം. യഹോവേ, ദൈവം പറയണ, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട. പ്രതികൂലങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ സഹായിക്കാം. ഹല്ലേലൂയ. മനുഷ്യർ സഹായിക്കാമെന്ന് പറയുന്നവരൊക്കെയാ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ഓടി മാറിപ്പോകുമ്പോ നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിന്നെ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ആ പ്രശ്നത്തിന്റെ മധ്യത്തില് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവം അത്രേ കൂടെയുള്ളത്. സ്തോത്രം.
സ്തോത്ര. അങ്ങനെയൊക്കെ ആ കർത്തം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന പകൽക്കാലം അത്രേ ഇന്ന് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കേണ്ടതിനായിട്ട്, ചിലതിന്റെ മധ്യം നിനക്ക് ജയിച്ചു കയറേണ്ടതിനാവശ്യമായ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ദൈവം പകരുവാനായിട്ടിടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, നിന്റെ വലം കൈ പിടിച്ച് നിന്നോട്. ഹല്ലേലൂയ. എവിടെയെങ്കിലും നിന്നുകൊണ്ട് പറയല്ല, നിന്റെ വലങ്കരത്തിൽ കർത്താവ് പിടിക്കുക. ഹല്ലേലൂയ. നിന്റെ കൈകൾ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയാണോ, നിന്റെ വലം കൈ കർത്താവ് ഇന്ന് പിടിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മുടെ കരത്തിൽ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഒരാൾ പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ളിൽ ഒരു ധൈര്യം കടന്നു വരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെയൊക്കെ നിന്റെ മേൽ ഇത് ധൈര്യത്തെ പകരേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം നിന്റെ കരത്തിൽ പിടിക്കുക. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയ്ക്ക് നിന്ന് വരുന്നു. ഞാൻ അവനിൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. ഹല്ലേലൂയ. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ? ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലും നീ ഏതിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ? ഞാൻ പറയട്ടെ, നിന്നെ കൈവിടാതെ, നിന്നെ ഉപേക്ഷിച്ച് കളയാതെ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. അത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 10ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. നമ്മ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത കാണുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോൾ ഓടിക്കടന്ന് വരാമെന്നല്ല പറയും, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയ ദൈവം, ഒരർത്ഥമായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്, നമ്മുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട് എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിക്കേണ്ട. അതുകൊണ്ട് എന്താ പറയുന്ന, നീ ഭ്രമിക്കേണ്ട. നീ പ്രശ്നങ്ങളെ കണ്ട് ഭ്രമിക്കേണ്ട. നിന്നെ ഭ്രമിപ്പിച്ച് കളയുക, നിന്നെ അധൈര്യപ്പെടുത്തി കളയുക, നിന്നെ കുലുക്കി കളയുക. ചില പ്രശ്നങ്ങൾ കടന്നു വരും, പക്ഷേ അതിനെ കണ്ട് നീ ഭ്രമിച്ചു പോകണ്ട എന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക. കാരണം എന്താ? നിന്റെ പ്രശ്നത്തിനകത്ത് നിന്നെ പുറത്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയും ശക്തിയും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട്, നമ്മുടെ സ്വന്തം ബലം കൊണ്ട് നമുക്ക് ചിലതിനെ ജയിക്കുവാനായിട്ട് കഴിയത്തില്ല, ചിലതിനെ അഭിമുഖീകരിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ അവിടെ ഒക്കെ നീ ഭ്രമിച്ചു പോകാതെ വേണ, അധൈര്യപ്പെട്ടു പോകാതെ വേണ, അതിനെ ജയിക്കുവാൻ ആവശ്യമായ കൃപയെ, ശക്തിയെ സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ ഇരുന്ന് പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാ? സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകുന്ന ഒരാളല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ചെങ്കണ്ണിന്റെ മുമ്പാകെ ഇസ്രായേൽ ജനത കടന്നു വന്ന് നിന്നപ്പോ അവർക്ക് വേണ്ടി ചെങ്കണ്ണിനെ രണ്ടായിട്ട് വിഭാഗിച്ചു കൊടുത്ത് അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചതായ സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ മനസ്സിലാക്കണം, നമ്മുടെ കൂടെ ഇരിക്കുന്നത് സ്തോത്രം നമ്മുടെ ദൈവമാക്കുന്നു. ഈ പകൽക്കാലം നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് എപ്രകാരമാണ് ദൈവമായിട്ട് വെളിപ്പെട്ടു വരേണ്ടത്, അപ്രകാരം ദൈവം വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയത്തിൽ. കാരണം നമുക്കറിയാം, മോശ യഹോവയെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ആരയച്ചിട്ടാ ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു എന്ന് പറയണം എന്ന് മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. അതാ അവന്റെ നാമം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നിനക്ക് ഈ പകൽക്കാലം ആരായിട്ട് ദൈവം വെളിപ്പെട്ടു വരണമോ, ആരായിട്ട് സഹായമായിട്ട് നിന്റെ മുമ്പാകെ വെളിപ്പെട്ടു വരണമോ, അങ്ങനെ വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമാണ് നിന്റെ കൂടെയുള്ള. അതാ ഞാൻ. ഹല്ലേലൂയ. ആ വാക്കിനകത്ത് എല്ലാം ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ധൈര്യമായിരിക്കാമോ, ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം. അടുത്ത് കാണാൻ ശ്രമിക്കുന്ന ആ ദൈവത്തിന്റെ പ്രത്യേകത, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, നമ്മെ ശക്തീകരിക്കും.
അതേ, നാം തളർന്നു പോകാം, പലപ്പോഴും നമ്മുടെ ശക്തികൾ ചോർന്നു പോകാൻ സാഹചര്യങ്ങൾ. പക്ഷേ അവിടെയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ജയിക്കുവാൻ ആവശ്യമായ കൃപയും ശക്തിയും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരുക. പ്രതിസന്ധികളിൽ എന്ത് ചെയ്യുന്നു? സമാധാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദൈവം നിന്റെ മനസ്സ് തളർന്നു പോകാതെ വേണം ആ സമാധാനത്തെ നിന്റെ മേൽ കർത്താവ് പകരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇത് ചില വിഷയത്തിനകത്ത് നീ ചഞ്ചലിച്ചിരിക്കുകയല്ലേ, എന്ത് ചെയ്യണമെന്നറിയാതെ. പ്രിയ ദൈവമക്കളെ, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവം സഹായിക്കുവാനായിട്ട് ഇടയത്തിലും നമ്മുടെ കാര്യസ്ഥനായിട്ടും മധ്യസ്ഥനായിട്ടും ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ദൈവം, കരത്തിൽ പിടിച്ചിരിക്കുന്ന സാധാരണ ഒരു വ്യക്തിയല്ല. ഹല്ലേലൂയ. അതേ, സ്തോത്ര, സർവശക്തനായിരിക്കുന്ന ദൈവം. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു അത്രേ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ഏത് വൈഷമ്യ ഘട്ടത്തിലും നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നിൽ ഏൽപ്പിച്ചതിനെ നിന്നിൽ കൊണ്ട് ചെയ്തു തീർക്കുവാൻ ആവശ്യമായ ശക്തിയെ ദൈവം നിനക്ക് തരുവാനായിട്ട് ഇടയത്തിനും. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അഹന്റെ കൊട്ടാരത്തിൽ കയറി, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല എന്നൊക്കെയും പ്രവചന ശബ്ദമായിട്ട് പുരുഷനായിട്ട് നിന്ന ഏലിയാവ് ഇസബന്റെ ഒരു വാക്കിന്റെ മുമ്പാക്കി ഇനി എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാ മതി എന്ന് പറഞ്ഞു നിന്നപ്പോ തന്റെ ദൂതനെ അയച്ചിട്ട് തനിക്ക് വേണ്ട ആഹാരം കൊടുത്തു. ആ ബലം കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവിടെ തളർന്നു പോയി. ഇസബേൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പാകെ തന്റെ മേൽ കിടക്കുന്ന ദൗത്യത്തിലേക്ക് കയറുവാൻ കഴിയാതെ തന്റെ ശക്തിയിൽ നിന്ന് താൻ ക്ഷീണിച്ചു പോകുന്ന ഒരു അനുഭവം. പലപ്പോഴും പല മാനുഷിക വാക്കുകളെ കൊണ്ട് നിന്റെ മേൽ കിടക്കുന്ന ദൗത്യത്തിലേക്ക് കയറുവാൻ കഴിയാതെ നീ ക്ഷീണിച്ചും തളർന്നു പോകുമ്പോ ഈ പകൽക്കാലം നീ എത്തേണ്ടടുത്ത് എത്തുക. നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പകൽക്കാല നിന്റെ മേൽ പകരിക്കുക. സ്തോത്രം. ആ ബലം കൊണ്ട്, ഹല്ലേലൂയ, അവിടെ കാണുവാൻ സാധിക്കുന്നു. 40 രാവും 40 പകലും ഹോരേബോളം നടന്നു. ചിലടത്ത് നടന്ന് കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ ശക്തിയെ, നിന്റെ നടത്തത്തെ, നീ എത്തിച്ചേരേണ്ട ദിക്കിലേക്ക് നിനക്ക് എത്തിച്ചേരുവാൻ കഴിയാത്തവണ നിന്നെ അധൈര്യപ്പെടുത്തിയ, നിന്നെ ക്ഷീണിപ്പിച്ച മേഖലയ്ക്കകത്ത് നിനക്ക് എത്തിച്ചേരേണ്ടതിനുള്ള ദൈവത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ മേൽ പകരും. സ്തോത്രം. ഒരു മനുഷ്യന്റെ ശക്തി കൊണ്ട് നമുക്ക് ചിലടത്ത് എത്തുവാൻ കഴിയത്തില്ല. നാം തളർന്നു പോകും. പക്ഷേ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ ഭാരപ്പെടാതെ, അധൈര്യപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ദൈവം ശക്തീകരിക്കും. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 9-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറയുന്നു, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ ആവശ്യമായ ശക്തി തരുന്ന, അതിനുവേണ്ടി നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ കാണുന്നു, ഈ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. കാണുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്തു ദോഷപ്പെടുത്തുകയില്ല. ഹല്ലേലൂയ. ആരും നിന്നെ ദോഷപ്പെടുത്താതെ വേണം നിന്റെ കൂടെ ഇരുന്ന് നിന്നിൽ ഏൽപ്പിച്ചതിനെ ചെയ്യുവാൻ ശക്തി തരുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെയുള്ളത്. ആ ദൈവമത്രേ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, നീ മാനുഷിക വാക്കുകൾ കേട്ട് അധൈര്യപ്പെട്ടു പോകരുതേ, നീ ക്ഷീണിച്ചു പോകരുതേ, നിന്നിൽ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അകന്നു മാറരുതേ. സ്തോത്രം. ഹല്ലേലൂയ. നിന്നിൽ ദൈവം ചിലത് ഏൽപ്പിച്ചത് നീ വിശ്വസ്തനെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ,
അത് അറിഞ്ഞിട്ട് അത് ചെയ്യുവാൻ ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തിയെ ദൈവം ക്ഷീണിച്ചിരിക്കുന്ന ചിലതിന്റെ മേൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തിയെ ദൈവം നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. ചിലതിന്റെ മുമ്പിൽ കയറി ഓടുവാൻ ആവശ്യമായ ശക്തിയെ കർത്താവ് നിന്നെ മേൽ പകരും. സ്തോത്രം. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും, ആ ദൈവം നമ്മെ സഹായിക്കും, ആ ദൈവം നമ്മെ സംരക്ഷിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. കാണുവാൻ സാധിക്കുന്നുണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ. ഹല്ലേലൂയ. ഗത്സമന തോട്ടത്തിൽ വെച്ച് അതിവേദനയോടെ പുത്രൻ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കഴിയുമെങ്കിൽ പിതാവ്, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറിപ്പോകണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മകനെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ താൻ ഈ ദൗത്യം ആ ദൗത്യത്തിൽ കൂടി കടന്നു പോണം. ഈ പാനപാത്രം കുടിക്കണം എന്നത് പിതാവ് തന്റെ പുത്രനിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്നാകിയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് തന്നെ ശക്തീകരിക്കുവാനായിട്ടിടയെ തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നീ ചില മേഖലയിൽ കൂടി കടന്നു പോകണം എന്നത് ദൈവത്തിന്റെ നിർണയവും ദൈവത്തിന്റെ പദ്ധതിയുമാണെങ്കിൽ അവിടെ നീ ക്ഷീണിച്ചു പോകാതെ നിന്നെ ശക്തീകരിച്ച് അതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അത് മാറിപ്പോകണമെന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിച്ച ചിലത് മാറിപ്പോകല, പക്ഷേ അവിടെ നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. കാരണം അതിനകത്തിൽ കൂടി നിന്നെ കടത്തി വിട്ടിട്ട് ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. ഈ പകൽക്കാലം ചില പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കും നിൽക്കുന്നത്. കർത്താവ്, ഇതെങ്ങനെ എന്റെ മുമ്പിൽ നിന്നൊന്ന് മാറിപ്പോയാൽ മതിയെന്ന് നീ ചിന്തിച്ച് ഭാരപ്പെടുമ്പോ ഈ പൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അതിനകത്ത് നിന്നെ മാറ്റിവിടുന്ന ഒരു ദൈവമല്ല. ആ പ്രശ്നം നിന്നെ തൊട്ട് നീ തകർന്നു പോകാതവണ ആ പ്രശ്നത്തെ ജയിക്കുവാനായിട്ടുള്ള, ആ പ്രശ്നം മുഖാന്തരമായിട്ട് നിന്നെ കുറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ, നിന്നിൽ കൂടി എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ ആവശ്യമായ ശക്തിയെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ മേൽ പകരുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. ദൈവം നിന്നെ ശക്തീകരിക്കും ചിലത് ചെയ്യുവാൻ. ഹല്ലേലൂയ. ദൈവം നിന്നെ ശക്തീകരിക്കും. പ്രിയ ദൈവമക്കളെ, ആരുടെ മേലൊക്കെയോ ദൈവത്തിന്റെ ശക്തി ഈ പകൽക്കാലം വെളിപ്പെടുകയാ. എങ്ങനെ ഞാൻ ഇതിനെ ജയിക്കും, എങ്ങനെ ഇതിനെ ഞാൻ ഓവർകം ചെയ്യും എന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിൽ ഈ പകൽക്കാല ദൈവത്തിന്റെ ശക്തിയെ ദൈവം നിന്റെ മേൽ പകരുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ പകൽക്കാലം. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല, നിന്റെ സഹായം ഹല്ലേലൂയ സർവശക്തനായ ദൈവമത്രേ. ആ ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം ഒരു സഹായത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നില്ലേ? ആരെന്നെ സഹായിക്കും, എനിക്ക് ആരും സഹായമില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ലേ? നമുക്കറിയാം, പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നു, 38 വർഷമായി കുളക്കരെ കിടന്ന് മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കുളത്തിൽ ഇറക്കുവാൻ ആരുമില്ല. സഹായമില്ലാതെ കിടന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഹല്ലേലൂയ യേശു കർത്താവ് നടന്ന് അടുക്കുവാനായിട്ടിടയായി തീർന്നു. നീ സഹായമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? നാളുകളായി ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന വ്യക്തിയാണോ? ഈ പകൽക്കാലം ദൈവം നിന്നെ സഹായിക്കും. നീ ചിലതിനകത്തുനിന്ന് പുറത്തു വരിക, ചില വിഷയത്തിനകത്ത് നിന്ന് എഴുന്നേൽക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ സഹായിച്ച ഹല്ലേലൂയ നീ ആ വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ മനുഷ്യരുടെ സഹായങ്ങളൊക്കെ വ്യർത്ഥമായി തീരുമ്പോ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിലേക്ക് വരും. ഒരു മനുഷ്യനും നിന്നെ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം, പക്ഷേ അവിടെ സഹായനായിരിക്കുന്ന സർവശക്തനായ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം നിന്റെ സഹായനായി കൂടെയുണ്ട്. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഹല്ലേലൂയ നിന്റെ കൂടെയുണ്ട്. പ്രിയ ദൈവ പൈതലേ, നീ അധൈര്യപ്പെട്ടു പോകണ്ട, നീ ഭയപ്പെട്ടു പോകണ്ട, മനുഷ്യരുടെ വാക്കുകൾ കേട്ട് നീ ക്ഷീണിച്ചു പോകണ്ട. ദൈവം നിന്നെ ശക്തീകരിക്കും, ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. നിനക്ക് ലഭിച്ചുകൊണ്ട് മാനുഷികമായി ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങളൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് ചിലപ്പോൾ കൈവിട്ടു പോയി കാണും, പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ സഹായകൻ മയങ്ങാത്ത ഉറങ്ങാത്ത ദൈവ, എബെനേസറായി വെളിപ്പെട്ടു വരുന്ന ദൈവ, ഈ പകൽക്കാല നിന്റെ സഹായത്തിനായിട്ട് നീ ആയിരിക്കുന്ന വിഷയത്തിന്റെ നടുവിലേക്ക് ഹല്ലേലൂയ ഇറങ്ങി വരുവാനായിട്ടിടയായി തീരും.
പ്രിയ ദൈവത്തിലേ, ആരും നിന്നെ സഹായിക്കാൻ കാണത്തില്ലായിരിക്കാം, ആരും നിന്നെ പ്രശ്നത്തിനകത്തുനിന്ന് വിടുവിക്കാൻ കാണത്തില്ലായിരിക്കാം. എരിയുന്ന തീ ചൂളയുടെ നടുവിൽ നിന്ന് എബ്രായർ ബാലന്മാരെ വിടുവിച്ചതായ ദൈവം, സിംഹത്തിന്റെ വായിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ചതായ ദൈവം, ഹല്ലേലൂയ, നിന്റെ സഹായനായി കൂടെയുണ്ട്. സ്തോത്രം. നീ അധൈര്യപ്പെടണ്ട, ഈ പകൽക്കൾ ഉറച്ചു നിൽക്കേ. ആ പ്രശ്നത്തിനകത്ത് ആര് സഹായിക്കും എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. സഹായകൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇതുവരെയും നീ കാണാത്ത ഒരു സഹായം നിന്റെ ജീവിതത്തിനകത്ത് ഈ പൽക്കാലം സഹായമായിട്ട് വെളിപ്പെട്ടു വരും. സ്തോത്രം. നീ ചില പ്രശ്നത്തെ ജയിക്കും, നീ ചില പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. അവിടെ അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മുടെ ദൈവം കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, ഹല്ലേലൂയ, നമ്മെ താങ്ങുന്ന ദൈവം. മനുഷ്യർ താങ്ങുന്നതൊക്കെയും പലപ്പോഴും നിരാശയിലേക്കും താഴ്ചയിലേക്കും പോകുമ്പോ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ താങ്ങും. നീ വീണ് പോകാതെ, ഹല്ലേലൂയ, നീ തളർന്നു പോകാതെ നിന്നെ താങ്ങുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ മനസ്സ് പതറുമ്പോ നിന്നെ താങ്ങുന്ന ഒരു ദൈവം. അതാ 42-ാം അധ്യായത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുന്നു. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. ഹല്ലേലൂയ. ഈ പകൽക്കാലം താങ്ങുന്ന ഒരു കരം കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ പതറേണ്ട പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. നീതിയുള്ള വലങ്കരത്താ ദൈവം നിന്നെ താങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലങ്കയുടെ പ്രത്യേകത എന്താ? നീതിയുള്ളതാ. ഹല്ലേലൂയ. സാധാരണ ഒരു കരമല്ല, നീതിയുള്ള വലക്കരം കൊണ്ട് നിന്നെ താങ്ങുന്ന ഒരു പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നീ തളർന്നു പോകുവാൻ, നീ ക്ഷീണിച്ചു പോകുവാൻ, നീ അധൈര്യപ്പെട്ടു പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതേ കർത്താവിന്റെ കരം നിന്റെ മീതെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമാകുന്നു നിന്റെ കൂടെ ഇരിക്കുന്നത്. വചനത്തിൽ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ സ്തോത്രം അവിടെ കാണും. നീ നദികളിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എന്തിനാ? അവൻ നിന്റെ മീതെ കവികയല്ല, തീ കൂടി നടന്ന വെന്തു പോകയല്ല, അഗ്നിച്ചോല നിന്നെ ദഹിപ്പിക്കുകയല്ല. പ്രിയ ദൈവമക്കളെ, അവിടെയൊക്കെയും നിന്നെ താങ്ങേണ്ടതിനായി, നിന്നെ ശക്തീകരിക്കേണ്ടതിനായി, നിന്നെ സഹായിക്കേണ്ടതിനായിട്ട് സർവശക്തനായ ദൈവം കൂടെയുണ്ട്. പ്രശ്നങ്ങൾ വരികയില്ലെന്നല്ല, പക്ഷെ പ്രശ്നം നിന്നെ മുക്കിക്കളയാതെ വേണം, പ്രശ്നം നിന്റെ തലയ്ക്ക് മീതെ കവിയാതെ വേണം, നിന്നെ ദഹിപ്പിച്ച് കളയാതെ വേണം. ഹല്ലേലൂയ. തീ കൂടി നടന്നു പോയാലും ഒരു കേടും പറ്റാതിരിക്കേണ്ടതിനായിട്ട് നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും കൊടുക്കേയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്നെ വിടുവിച്ചെടുക്കുക എന്നത്, നിന്നെ പുറത്തു കൊണ്ടുവരിക എന്നത്, നിന്നെ ശക്തീകരിക്കുക എന്നത് എന്റെ ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കുക. സ്തോത്രം. നിന്നെ ഒരു ലോകത്തിലെ ശക്തിക്കും ദൈവം വിട്ടു കൊടുക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ താങ്ങുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കും. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകുട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തെ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അത് നിന്നെ താങ്ങി നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഈ പകൽക്കാലം മനസ്സൊന്ന് ഫ്രീ ആകാമോ? ഹല്ലേലൂയ. എന്നെ ആര് സഹായിക്കും എന്നുള്ള ആകുലത നിന്നെ വേട്ടയാടുന്ന പകൽക്കാലമാണോ? ഈ പകൽക്കാലം പറയട്ടെ, സ്തോത്രം, ദൈവം നിന്നെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ ശക്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ആ കർത്താവിന്റെ പൂജബല നിന്നെ താങ്ങുവാനായിട്ട് ഇടയായിത്തീരാ. വായിച്ച ഭാഗത്ത് ഇതാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ നിന്റെ വലം കരത്തിൽ പിടിച്ചുകൊണ്ട് എന്റെ സർവശക്തനായ ദൈവം പറയുന്നു, നീ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട, നീ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലം കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഹാലേലുയ. ഞാൻ നിന്നെ സഹായിക്കും. ഹാലേലുയ. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹാലേലുയ. നിന്റെ നീതിയുള്ള വലങ്കരത്താ ഞാൻ നിന്നെ താങ്ങും. ഹാലേലുയ. ഈ പകൽക്കാലം ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിന്റെ ജീവിതയാത്ര നീ തനിച്ചല്ല. നിന്റെ ജീവിത പടകിൽ ഹല്ലേലുയ കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോഴും എൻ്റെ കർത്താവ് കൂടെ ഇരുന്ന് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് കർത്താവിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. പ്രിയ ദൈവം
പൈതലേ, നമുക്കറിയാം സ്തോത്രം, യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗദരദേശത്തേക്ക് കടന്നു പോകുമ്പോ ഹല്ലേലൂയ പടകി കാറ്റും തിരമാലയും ആഞ്ഞടിച്ചോ. അവിടെ സ്തോത്രം ശിഷ്യന്മാർ ഭയപ്പെട്ട് വിളിച്ചപ്പോ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ എഴുന്നേറ്റിട്ട് ചെയ്തൊരു കാര്യമുണ്ട്. കാറ്റിനെയും കടലിനെയും ശാസിച്ചോ, അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. ഹല്ലേലൂയ അങ്ങനെ തക്ക സമയത്ത് ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. നേരത്തെയല്ല, പിന്നിലല്ല, ദൈവത്തിനറിയാം എപ്പോഴാണ് നിന്റെ ജീവിതത്തിനകത്ത് ഒരു സഹായം വെളിപ്പെടേണ്ടതെന്ന്. സ്തോത്രം. ഒരു മാനുഷികമായ നിഗമനത്തിനകത്തല്ല, അതെ, ഒരു മാനുഷികമായ ബുദ്ധിക്കകത്തല്ല. നിനക്ക് എപ്പോഴാണ് ദൈവത്തിന്റെ സഹായം ആവശ്യമായിരിക്കുന്നത് എന്ന് ഹല്ലേലൂയ എന്റെ സർവശക്തനായ ദൈവത്തിനെ, നിന്റെ ഹൃദയത്തിന്റെ ഉൾപ്പൂവുകളെ അറിയുന്ന ദൈവത്തിനെ നന്നായിട്ടറിയാം. ആ സമയത്താ ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ഈ രാത്രി, ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കും നീ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, നിന്റെ യാത്ര ഈ ദൈവത്തിന്റെ സഹായം. എവിടെയാണ്, ഏത് സമയത്താണ് നിന്നെ ദൈവത്തിന്റെ സഹായം വെളിപ്പെട്ടു വരേണ്ടതെന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ സമയത്ത് സ്തോത്രം ദൈവത്തിന്റെ സഹായം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ ഈ പകൽക്കാലം അതുകൊണ്ട് നീ അധൈര്യപ്പെട്ടു പോകണ്ട, വിഷയങ്ങളെ കണ്ട് നീ ഭയപ്പെടണ്ട. അവിടെ പറയുക സ്തോത്രം, ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ സംരക്ഷിക്കും, ദൈവത്തിന്റെ പരിപാലന നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് നീ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നീ കാൽ ചുവടുകളെ വയ്ക്കുക. കർത്താവ് കൂടെ ഇരിക്കും. നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ നിന്നെ കൈവിട്ടിട്ട് പോകുകയില്ല. സ്തോത്രം. ചെങ്കടൽ ഒരു വലിയ വിഷയമാ, പക്ഷേ ചെങ്കടലിന്റെ നടുവിൽ ഒരു വഴി ഉണ്ട്. അത് നിനക്ക് വേണ്ടി തുറക്കുന്ന സമയമത്രേ. ഹല്ലേലൂയ നീ കാണുന്ന ചെങ്കടല, പിറകെ നിൽക്കുന്ന ഫറവോന്, പക്ഷേ ദൈവം കാണുന്നത് നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലത്രേ, വഴിയത്രേ. ഹല്ലേലൂയ അത് എപ്പോഴാ തുറക്കേണ്ടതെന്ന് കർത്താവിന് അറിയാം. സ്തോത്രം. അവിടെ തുറക്കും. ഹല്ലേലൂയ സഹായനായിട്ട് ഇറങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ ഒരു മനുഷ്യനും നിന്നെ സഹായിപ്പാൻ കഴിയാതെ നീ ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങൾ കാണാം. ചിലപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം നീ ഒറ്റയ്ക്ക് ഒരു സഹായത്തിന് വേണ്ടി ഇരിക്കുന്നത്, പക്ഷെ അവിടെ എൻ്റെ കർത്താവിൻ്റെ സഹായം വെളിപ്പെട്ടു വരും. സ്തോത്രം. ചിലപ്പോൾ ചില ഓഫീസ് വർക്കിന് വേണ്ടി നീ പോകുന്നിടത്തായിരിക്കാം, ആരും നിന്നെ സഹായിക്കാൻ അവിടെ കാണുമല്ലായിരിക്കാം, ആരും നിന്നെ റെക്കമെൻഡേഷൻസ് ചെയ്യാൻ കാണത്തില്ലായിരിക്കാം, പക്ഷേ അവിടെ ഒരു കർത്താവിന്റെ സഹായം നിനക്ക് വേണ്ടി വെളിപ്പെടും. നീ പറയാറില്ലേ, ആരും എനിക്ക് പരിചയമില്ല, പക്ഷെ ആരോ ഒരു ദൂതനെ പോലെ. അതെ, നിന്റെ സഹായത്തിനായിട്ട് ദൈവം ദൂതനെ ഇറക്കേണ്ടടുത്ത് ദൂതനെ ഇറക്കും, കർത്താവ് വരേണ്ടടുത്ത് കർത്താവിനെ വരും. ഹല്ലേലൂയ സ്തോത്രം. ഈ പകൽക്കാലം നിന്നെ തനിച്ച് വിടാത്തൊരു കർത്താവ്, നിന്നെ ഒറ്റയ്ക്ക് വിടാത്തൊരു കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ ഈ പകൽക്കാലം അധൈര്യപ്പെട്ടു പോകാതെ, പതറിപ്പോകാതെ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. സ്തോത്ര. പ്രശ്നങ്ങൾ കണ്ട് നീ പതറിപ്പോകേണ്ട വ്യക്തിയല്ല, കാരണം നിന്റെ കൂടെയുള്ളത് ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമത്രേ, ജയവീരനായിരിക്കുന്ന കർത്താവത്രേ. ആ കർത്താവ് കൂടെ ഇരുന്ന് നിന്നെ ജയത്തോടെ നടത്തുവാനായിട്ടിടയെത്തിരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഭയപ്പെടേണ്ട, സഹായത്തിനായിട്ട് സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ആ കർത്താവിനോട് കൂടെ പറ്റി നിന്നുകൊള്ളുക, ആ കർത്താവിനെ സ്നേഹിക്കുക, ആ കർത്താവിന്റെ മാറോട് ചേർന്ന് നിൽക്കുക. കർത്താവ് നിന്നെ സഹായിക്കും, കർത്താവ് നിന്നെ വിടുവിക്കും, കർത്താവ് നിന്നെ ശക്തീകരിക്കും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എന്റെ നീതിയുള്ള വലകരത്തെ താങ്ങാമെന്ന് അറിയിച്ചത് കർത്താവേ. തൻ്റെ ജനത്തോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചത് കർത്താവേ. തൻ്റെ ജനത്തോട് കൂടെ അങ്ങുണ്ടെന്ന് ഈ പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യ അവർ അധൈര്യപ്പെട്ടു പോകുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കല്ല, എന്നെ സഹായിപ്പാൻ കഴിയുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് തൻ്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം വെളിപ്പെട്ട് എബെനെസറായി വെളിപ്പെടുന്ന ഹല്ലേലൂയ സർവശക്തനായ ദൈവ യേശുവിന്റെ നാമത്തെ ജനം കടന്നു പോകുന്ന വിഷയത്തിന്റെ നടുവെ വെളിപ്പെട്ടു വരട്ടെ.
അങ്ങയുടെ സഹായം ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ പ്രതീക്ഷിക്കുന്നുവോ അവരുടെ ദൈവത്തിന്റെ സഹായം ഈ പകൽക്കാലം കൂടെ ഇരിക്കണം. അങ്ങ് കൂടെ ഇരിക്കണം, അവരെ ശക്തീകരിക്കണം. അവരിൽ കൂടി ചെയ്തെടുക്കേണ്ടത് സകലത ഈ പകൽക്കാലം ചെയ്യേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് ദൈവം ബലപ്പെടുത്തണമേ. അങ്ങയുടെ ജനത്തിന്റെ ഭാരമേറിയ വിഷയത്തിനകത്ത്, തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ നീട്ടിയ ഭുജത്താൽ അവരെ താങ്ങി അവരെ ബലപ്പെടുത്തി ജയത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അധൈര്യപ്പെട്ടു പോകുവാനായിട്ട് ഇടയാക്കരുതേ. ഉറപ്പുള്ളവരായി തീരട്ടെ, ബലമുള്ളവരായി തീരട്ടെ. കർത്താവിന്റെ കരം ചലിക്ക്. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി തന്റെ ജനത്തെ മേൽ പകരണം. കർത്താവിന്റെ ബലം അവരുടെ മേൽ പകരണം. അങ്ങ് ചെയ്യുന്ന അത്ഭുതത്തിനായി സ്തോത്രം, മഹത്വം അങ്ങേയ്ക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.